രഹബിനെ വെട്ടിമാറ്റുക, ഡിസ്ട്രോയ് ദ എനിമി. യെശയ്യാ 51:9-16 വരെയുള്ള വാക്യമാണ്. ഐസയ്യാ 51:9-16. വളരെ ആത്മീയ ഗോളത്തിൽ യുദ്ധം ചെയ്യുന്നവർക്ക് യുദ്ധം അറിയാവുന്ന, യുദ്ധം ഉണ്ടെന്നല്ല എല്ലാവർക്കും, നമ്മുടെ ഒരു യുദ്ധക്കളത്തിലാണല്ലോ നിൽക്കുന്നത്. അറിഞ്ഞോ അറിയാതെ നമ്മൾ യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ഈവൻ നമ്മൾ രാത്രി കിടന്നിട്ട് എഴുന്നേൽക്കണമെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡൻറ്റ് വരുത്താതെ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. അല്ല, നമ്മൾ അറിഞ്ഞോ അറിയാതെ യുദ്ധക്കളത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനം 91 പറയുന്നത്, രാത്രിയിലെ ഭയത്തെയും, രാത്രി ഭയപ്പെടുത്തുന്ന പിശാചുണ്ട്, പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്. അസ്ത്രം ഈ പകല് നമ്മളറിയാതെ അസ്ത്രം നമ്മുടെ മക്കളുടെ മേലെ, നമ്മുടെ കുടുംബങ്ങളിൽ വരുന്നതിനെ നമ്മൾ കണ്ടുപിടിക്കണം ആത്മാവിൽ. അതുണ്ടെന്ന് വചനം പറയുന്നു. രാത്രിയിലെ ഭയത്തെയും, പകൽ പറക്കുന്ന അസ്ത്രത്തെയും, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും. ദുഷ്ടശക്തി ഇരുട്ടിൽ നടക്കുന്നു. അപ്പോൾ പകലും രാത്രിയിലും ഉണ്ട്. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിനെ നിനക്ക്. അപ്പോൾ ഉച്ചയ്ക്കും സംഹാരദൂതനുണ്ട്. നമ്മൾ വിചാരിക്കും പകൽ പേടിക്കണ്ടായാലും, ഇതൊരു നേരെ വരുന്ന കാറുകൾ തമ്മിൽ ഇടിച്ചിട്ട് മനുഷ്യൻ ചാകുന്ന കാണാം. എങ്ങനെയാണ്? വെള്ളത്തിനകത്ത് പോയി ചുമ്മാതിരിക്കുന്ന വെള്ളത്തിൽ ചാടി വെച്ച് മനുഷ്യൻ മരിച്ചു പോകുന്ന കാണാം. സ്വിമ്മിങ്ങിന് ഇറങ്ങിയാന്ന് പറയും, അല്ലെങ്കിൽ ചുമ്മാതെ കോവളത്ത് പോയതാന്ന് പറയും. കുറച്ച് കഴിയുമ്പം കാണത്തില്ല ആളുകൾ. എന്താ? പകലും രാത്രിയിലും ഒരുപോലെ ദുഷ്ടശക്തികൾ ഉണ്ടെന്നേ. അത് നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക്, വിവേചനാത്മാവുള്ളവർക്ക് അറിയാം. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നെ കുറച്ച് സ്ഥലമുള്ളിടത്ത് തമിഴ്നാട്ടിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ജോലിക്കാരനെ. അപ്പോൾ ഞാനൊക്കെ ആത്മാവ് നിൽക്കുന്നതുകൊണ്ട് വചനം കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. എവിടെ ചെന്നാലും ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ളവർ, അവർ ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളല്ലായിരുന്നു. അപ്പോൾ അവർക്ക് കാണണം എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്നാൽ ഞാൻ പറഞ്ഞു പോരാൻ പറഞ്ഞു. ഞങ്ങൾ വന്ന് നമ്മുടെ ജോലിക്ക് നിൽക്കുന്ന ഭാര്യയും ഭർത്താവും. അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഈ സ്ഥലമെല്ലാം ഒന്ന് കണ്ടോട്ടെ. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി കണ്ടോ, ഞങ്ങൾ ഇവിടുന്ന് വർത്താനം പറയാമെന്ന്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലിരുന്ന് വർത്താനം വന്നു. ഇവർ കുറച്ച് നേരം പുറയിലെല്ലാം ഫോറസ്റ്റ് ഉള്ള സ്ഥലമാണ്. നമുക്ക് ഒരു മുൻപിലത്തെ സ്ഥലമാണ് നമ്മുടേത്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ദൈവാത്മ പറഞ്ഞു മക്കളെ സൂക്ഷിക്കണം. അങ്ങനെ ദൈവം പറഞ്ഞു. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നതിനാൽ നമ്മൾ വചനം പഠിപ്പിച്ച് അവരെ യേശുവിലാക്കിയിട്ടുണ്ട്. മക്കളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സൂക്ഷിക്കണം, പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നേക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വർത്താനം പറഞ്ഞൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരതിലെല്ലാം നടന്നു വെച്ച് തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്ന് കണ്ടപ്പം എനിക്ക് സന്തോഷം, അതിലെല്ലാം പോയിട്ട് വന്ന് ആപത്തൊന്നും കൂടെ. പക്ഷേ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വരാറായപ്പോഴത്തേക്ക് ഈ നമ്മുടെ കൂടെ നിൽക്കുന്നയുടെ ഭാര്യ തല കറങ്ങുന്നു എന്ന് പറഞ്ഞു. തല കറങ്ങി ആ കൊച്ചു വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക കുട്ടി വീഴുന്നു. അവളെ നോക്കി, എന്താ അവൾ ബോധമില്ലാതെ കിടക്കുകയാണ്, ചത്ത പോലെ കിടക്കുന്നു. നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിച്ചു, വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഷീ ഗോട്ട് ദ ഫിയർ. അപ്പോൾ ഞാൻ ചോദിച്ചു നീ എവിടം വരെ പോയി? അപ്പോൾ നമ്മൾ വേണ്ടാത്ത അങ്ങേ അറ്റം വരെയൊക്കെ ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെ എല്ലാം നടന്നിട്ടാണ് തിരിച്ചു വന്നതെന്ന് പറഞ്ഞു. ദൈവം അതുകൊണ്ടാണ് പറഞ്ഞു സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. കാരണം പകൽ പറക്കുന്ന അസ്ത്രങ്ങളുണ്ട്, പകലും ഉണ്ട് രാത്രിയിലും ഉണ്ട്. പക്ഷേ ഈ പകൽ പറക്കുന്ന ശത്രു അവിടെ ഉണ്ടെന്ന് ദൈവം കാണിച്ചിട്ട് നമുക്കത് മനസ്സിലായില്ല അന്നേരം. പക്ഷേ ദൈവം സൂക്ഷിച്ചുകൊണ്ട് ആപത്തൊന്നും വരുത്തിയില്ല. രാത്രിയിലെ ഭയമുണ്ട്, പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരുണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും. അപ്പം ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും അവനുണ്ട്. നമ്മൾ പക്ഷെ അതിനെ പേടിക്കണ്ട, നമുക്ക് പേടിക്കണ്ട. ബിക്കോസ് നമ്മൾ ദൈവത്തിൻ്റെ കവറിങ്ങിനകത്ത് വരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീതിമാൻ വിശ്വാസം കൊണ്ടാണ് ജീവിക്കുന്നത്. വിശ്വാസം. അപ്പം നമ്മൾ ഇപ്പം ഡൗട്ടിങ് തോമസിൻ്റെ കൂട്ട് കണ്ടാലേ ഞാൻ വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ യേശു ഒരു താക്കീത് കൊടുക്കുന്നുണ്ട്, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ നമ്മൾ വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറയും, വിശ്വാസം എന്ന് ആശിക്കുന്നതിനെക്കുറിച്ചുള്ള ഉറപ്പാണ്, കാണാത്തതിനെക്കുറിച്ച് നിശ്ചയമെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പ്രയാസം വരുമ്പോൾ ഇതൊന്നും നമുക്ക് അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു നമ്മൾ നീതിമാന്മാർ വിശ്വാസത്താൽ ജീവിക്കണമെങ്കിൽ ശത്രു ഉണ്ടെന്നും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നറിയുമ്പോൾ അവൻ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന നമുക്ക് മനസ്സിലാകണം. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ ദിനം പ്രതി വിളിച്ചു പറഞ്ഞ് നമ്മളെ തന്നെ ഉറപ്പിച്ച് നമ്മളെ ചുറ്റുപാട് ഒരു ദൈവിക ആത്മാവിൻ്റെ ഒരു പ്രവർത്തന വലയമാക്കി വെച്ച് കഴിഞ്ഞാൽ ശത്രു നമ്മളെ തൊടത്തില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ തൊടത്തില്ല, നമുക്കുള്ളതിനെ തൊടത്തില്ല. കുറേയൊക്കെ കളിക്കും, പക്ഷേ അവൻ്റെ അവസാനം കുറിച്ച് കഴിഞ്ഞ ദൈവമാണ്. നമ്മൾ ചില ട്രെയിനിങ്ങിന് വേണ്ടി, ചില ടെസ്റ്റിന് വേണ്ടി, അല്ല നമ്മുടെ ആത്മീയ മസിൽസ് വളർത്താൻ വേണ്ടി ചില പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ട് നമ്മൾ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വി ആർ വിക്ടോറിയസ് ഓൾവേസ്
ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇന്നിപ്പം നമ്മളിത് പറഞ്ഞപ്പോൾ ഒരാളിനോട് ഒന്ന് രഹബിനെ വെട്ടിമാറ്റുക, രഹബിനെ അപ്പോൾ രഹബിനെ വെട്ടിമാറ്റുക എന്നുള്ളത് എസ്ഐ 51 ആ ഭാഗം തന്നെ എടുത്ത് ഞാൻ വായിച്ചിട്ട് അനേക മക്കൾക്ക് ഇതിൽ പ്രയോജനമായിരിക്കും എന്ന് വിചാരിക്കുന്ന 51:9 വാക്യം, യഹോവയുടെ ഭുജമേ ഉണരുക ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. നമ്മൾ ദൈവത്തോട് പറയും യഹോവയുടെ ഭുജമേ, അവൻ്റെ കൈകൾ ഉണരണം നമുക്ക് വേണ്ടി. യഹോവയുടെ ഭുജമേ ഉണരുക ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവ്വകാലത്തും പണ്ടത്തെ തലമുറകളിൽ എന്ന പോലെ ഉണരുക. ദൈവമേ, നമ്മുടെ ദൈവത്തിനെ പഴയ കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് ദൈവത്തെ ഉണർത്തുന്നതാണ് ഇന്നത്തെ ദിവസം. എന്താ പറയുന്നത്? രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളഞ്ഞതും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നുപോണ്ട് സമുദ്രത്തിൻ്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? ആരാണ് ഈ ദൈവം? നമ്മൾ പറയുകയാണ് ദുഷ്ടശക്തി. അപ്പം നീ രഹബിനെ വെട്ടിമാറ്റണം, മഹാസർപ്പത്തിനെ കുത്തിക്കളഞ്ഞിട്ട് ദൈവമേ നീ ജയമെടുക്കണമെന്ന് തന്നെ പറയുന്നത്. അപ്പം നമ്മൾ ഈ ആത്മീയ ഗോളത്തിൽ കാണുന്ന ഈ ശത്രുവിനെ നമ്മുടെ ഭുജബലം കൊണ്ടോ അല്ലെ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മൾ കുറച്ച് വചനം പറഞ്ഞുകൊണ്ട് ജയിക്കാനൊക്കത്തില്ല. വി നീഡ് ദ പ്രസൻസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ദ ലിവിങ്. ദൈവം തന്നെ എഴുന്നള്ളി വരണം. നമ്മൾ ചോദിച്ച ഉടനെ ഓടി വരുമല്ലോ, കോൾ ഓൺ ടു മീ, ഐ വിൽ കം ടു യു. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ വരാം. റെസിസ്റ്റ് ദ പിശാചിനെ അടിച്ചു മാറ്റി, അവൻ ഓടിപ്പോകും. അങ്ങനെ പറയുന്നുണ്ട് യാക്കോബിൽ. അപ്പം നമ്മൾ ദൈവത്തെ വിളിച്ചു വരുത്തേണ്ടിയെടുത്ത് ദൈവത്തെ തന്നെ വിളിച്ചു വരുത്താൻ അതെത്ര പേർക്കറിയാം? നമുക്കൊരു അല്പ കഴിവോ സ്വാധീനമോ അല്ലെ പണമോ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ദൈവത്തിന് പകരമായിട്ട് ജഡത്തിലെ കാര്യങ്ങൾ കൊണ്ട് നേടാൻ ശ്രമിക്കും. പക്ഷേ ദൈവം പറയുന്നു, ചുമ്മാ അത് നീ പരിശ്രമിച്ച് വെറുതെ നിൻ്റെ തല പോകുന്ന പരിപാടിയാണ്. അത് മനസ്സിലാക്കി പഠിപ്പിച്ചെടുക്കുന്നിടം വരെ ദൈവം തൻ്റെ കൂടെ നിർത്തിയപ്പിച്ച് നമ്മളെ ഈ അമ്പും വില്ലും ചെയ്യുന്ന പോലെ നമ്മളെ പഠിപ്പിക്കുന്ന ദൈവമാണ്. അത് പരീക്ഷയിൽ ജയിക്കാതെ നമുക്ക് വലിയ കാര്യങ്ങൾ, ചെറിയ വാളുകൾ ദൈവം തരും. പക്ഷെ അത് ഒരു വാൾ ഉപയോഗിച്ചവൻ അടുത്ത വാള് വരുമ്പോൾ അതിലും വലുതാണ്. ഇപ്പം വലിയ വാളുകളാണ് നമ്മളിലൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ദൈവം പറയാണ്, അവനെ വെട്ടാൻ നിനക്ക് അധികാരം ദൈവത്തിൽ തന്നു. അവന് ദൈവം പറയുന്നത് രഹബിനെ വെട്ടണം, എന്നിട്ട് മഹാസർപ്പത്തെ കുത്തിക്കളയണം, എന്നിട്ട് പിന്നെ സമുദ്രത്തിനെ വെള്ളം വറ്റിച്ചു കളഞ്ഞ് നമ്മളെ ദൈവം നടത്തിക്കൊണ്ടുപോകുന്ന ദൈവമാണ്. അത് ആ കഴിവുകൾ യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്കും. ദൈവത്തിൻ്റെ മക്കൾക്കൊരു സന്തോഷമുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാം ഈ പേടിച്ചുള്ള ജീവിതമാണ്. ദൈവത്തിൻ്റെ സന്തോഷത്തിൽ നിത്യാനന്ദം അവരുടെ തലയിലുണ്ട്. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും ഞരക്കവും ഓടിപ്പോവും. ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നേൻ. നിങ്ങൾ ഈ മരിച്ചു പോകുന്ന മർത്യനെയും പുല്ലുപോലെ ആയിട്ട് മനുഷ്യനെയും പേടിക്കുന്ന എന്ത്? ദൈവം തന്നെ ചോദിക്കുകയാണ്. ഈ മനുഷ്യനെ പേടിക്കുക, അല്ലെങ്കിൽ ഭൂതത്തെ പേടിക്കുക, കൂടോത്രത്തെ പേടിക്കുക, ഇതിനൊക്കെ എന്താ കാര്യം? എന്താ സത്യദൈവം ഇല്ലെങ്കിൽ ഇതിനെയൊക്കെ പേടിക്കും. കാരണം അതിന് ശക്തിയുണ്ട് കുറച്ച്. പക്ഷെ അതിനെക്കാട്ടിലും എത്രയോ ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളാണ് ഇവർ. പക്ഷെ നമ്മളിൽ ദൈവം ഇല്ല എങ്കിൽ നമ്മുടെ മക്കളിൽ ദൈവത്തിൻ്റെ ആത്മാവ് കുറയുന്നത്. എപ്പോഴാണ് കുറയുന്നതെന്ന് ചോദിച്ചാൽ, വശീകരിച്ചുകൊണ്ട് പാപം ചെയ്യിപ്പിക്കുമ്പോൾ നമ്മുടെ ദൈവബലം കുറയും. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് പാപം ചെയ്യല്ല. അതുകൊണ്ട് നമ്മളോട് ദൈവം പറഞ്ഞു, വേലികെട്ട്, രഹബിനെ വെട്ടിമാറ്റ്, മഹാസർപ്പത്തിനെ കുത്തി മാറ്റ്, എന്നിട്ട് ദൈവത്തെ വിളിച്ചു വരുത്തുക. ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടവനെ നിൻ്റെ സൃഷ്ടാവായ യഹോവയെ നീ മറക്കുകയും പീഡകയെ നശിപ്പിക്കാൻ ഒരുങ്ങി വരുന്നതെന്ന് വെച്ച് അവൻ്റെ ക്രോധം നിമിത്തം ദിനം പ്രതി ഇടപെടാതെ പേടിക്കുന്നത് എന്തിന്? കർത്താവിന് ദേഷ്യം വരുന്നു. നീ എന്തിനായി ഈ ദുഷ്ടശക്തികളെ പേടിക്കുന്നതെന്ന് ചോദിക്കണം. അവനെ പേടിക്കുകയല്ല, അവനെ ഇല്ലാതാക്കാൻ ദൈവത്തെ വിളിച്ചു വരുത്തണം. അതല്ല എങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് തന്ന വാള് വെച്ച് വെട്ടിമാറ്റണം. സൈന്യങ്ങളുടെ യഹോവയാകുന്നു എൻ്റെ നാമം, അവൻ ജയിച്ചവനാണ്. നീ എൻ്റെ ജനമെന്ന് പറയുകയും ചെയ്യേണ്ട, ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിലാക്കി എൻ്റെ കൈയുടെ നെടിൽ നിന്നെ മറച്ചിരിക്കുന്നു. ദൈവം നമ്മളെ മറയ്ക്കണം. അവിടെ ഈ 51 ആദ്യം പറയുന്നുണ്ട്, നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനി ഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്ക്. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്ക്, നിങ്ങളുടെ പ്രസവിച്ച സാറായിലേക്ക് തിരിഞ്ഞു നോക്ക്. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു. അവൻ അതിൻ്റെ സകല ശൂന്യ സ്ഥലങ്ങളെ ആശ്വസിപ്പിച്ച് അതിൻ്റെ മരുഭൂമിയെ ഏദേനെ പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശം യഹോവയുടെ തോട്ടത്തെ പോലെ ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിലുണ്ടാകും. ഇതാണ് ദൈവം വീണ്ടെടുക്കുന്ന നമ്മുടെ മക്കളെ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രയാസങ്ങളിലെല്ലാം വീണ്ടെടുപ്പിൻ്റെ സമയങ്ങളാണ്. ദൂത് വരികയാണ്.
ഈ ദൂത് വരുമ്പം പലരും എന്നെ വിളിച്ചേച്ച് പറയുക, ആൻറ്റി ഈ ദിവസം എനിക്ക് വേണ്ടി തന്നെ പറഞ്ഞു. അത് ആത്മാവ് പറയുന്നത്, നമ്മളല്ല. ഓരോരുത്തർക്ക് ഈ നമ്മൾ പ്രാർത്ഥന നടത്തുമ്പോൾ നമുക്കറിയാം അന്നത്തെ വിഷമത്തിലിരിക്കുന്നവർക്ക് പറ്റിയ വചനം നമ്മളെ കൊണ്ടിടയ്ക്ക് പറയിപ്പിക്കും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ദൈവത്തിന് ഇതെല്ലാം അറിയാം. നമ്മൾ ഉറച്ചു നിൽക്കുക, ഒരു ശത്രു നമ്മുടെ മുമ്പ് വരത്തില്ല, ആത്മാവിൽ ബലപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. അതാ നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ്. രഹബിനെ വെട്ടിമാറ്റി മഹാസർപ്പത്തെ കുത്തിക്കളയുവൻ നീയല്ലയോ കർത്താവേ. ഞങ്ങൾ യഹോവയെ എഴുന്നേൽക്കണമേ, ഉണരണമേ എന്ന് പറയുമ്പോൾ നീ എഴുന്നേറ്റ് വരുന്നുണ്ടല്ലോ കർത്താവേ. അതുപോലെ കർത്താവേ, സമുദ്രത്തെ വറ്റിച്ച് തൻ്റെ ജനത്തെ ദൈവമേ മണലത്തിൽ കൂടെ നടത്തിയവൻ നീ ഒല്ലേ കർത്താവേ. ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളെ, അവൻ്റെ അടവുകളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന ദൈവം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക് ഞങ്ങൾ തിരിച്ചു നോക്കട്ടെ. അബ്രഹാമിൻ്റെയും സാറയിലേക്കും കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരിലേക്ക് നോക്കുമ്പോൾ അവർക്ക് നീ വെളിപ്പെടുത്തി കൊടുത്ത ദൈവത്തിൻ്റെ നാമം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിന് സ്തോത്രം. അവിടെ കൂടെ കർത്താവെ ഞങ്ങളുടെ പുതിയ നിയമത്തിൽ യേശുവിൽ വന്നത് നിൽക്കുകയാണ് കർത്താവെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ വേദപുസ്തകം മുഴുവനും ഒരു കുടുംബത്തെക്കുറിച്ച്, ഞങ്ങളാകുന്ന കുടുംബത്തെക്കുറിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതാ നിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ശത്രു പലതരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കും. പക്ഷേ ഒന്നും ഭയപ്പെടേണ്ട എന്ന് സങ്കീർത്തനം 91 പറഞ്ഞു കഴിഞ്ഞു. രാത്രിയിലും പകലും ഒരുപോലെ ഇവൻ്റെ തന്ത്രങ്ങളുണ്ട്. പക്ഷെ അവയെല്ലാം ജയിച്ചവനായ ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. പകൽ പറക്കുന്ന അസ്ത്രത്തിൻ്റെ രാത്രിയുള്ള ഭയത്തെയും ഉച്ചയ്ക്കുള്ള സംഹാരത്തെയും നിനക്ക് പേടിക്കണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ പിന്നെ ഈ മർത്യനെ നീ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിക്കുന്ന കർത്താവേ. ഉന്നതനായ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഞങ്ങളുടെ തലമുറകളെ ഏൽപ്പിച്ചു തരുന്നു. അവിടുന്ന് അവരെ പരിപാലിച്ച് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.